സീരിയസ്ലി ഈ എപ്സ്റ്റീൻ ഫയലുകൾ കാണിച്ച് നമ്മളെ വെറും മണ്ടന്മാരാക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമുക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്നാൽ അതല്ല സത്യം. ഞാൻ പറഞ്ഞുതരാം. ഈ എപ്സ്റ്റീൻ എന്ന് പറയുന്നത് വെറും ഓപ്പറേറ്ററുകളിൽ ഒരാൾ മാത്രമാണ്. നിങ്ങൾ മുന്നേ കേട്ടതൊക്കെ സത്യമാണ്. അതായത് ഈ എപ്സ്റ്റീൻ ഫയലിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ദേ ആർ ഡൂയിങ് ഫക്കിംഗ് ചൈൽഡ് അബ്യൂസ്, സെക്സ്, അതുപോലെ തന്നെ കുട്ടികളെ കൊന്ന് അവരുടെ മാംസം ഭക്ഷിക്കുന്നു, അതുപോലെ തന്നെ അവരെ പേടിപ്പിച്ചിട്ട് അവരുടെ ബ്ലഡ് കുടിക്കുന്നു. ഇതെല്ലാം സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതായത് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് എപ്സ്റ്റീൻ അയർലൻഡിലാണെന്നുള്ള ഒരു ഫേക്ക് സ്റ്റോറി സ്പ്രെഡ് ചെയ്യുകയാണ് ഇപ്പം ചെയ്യുന്നത്. സീരിയസ്ലി അയാളെ അറസ്റ്റ് ചെയ്തതും കുറ്റവാളിയാക്കിയതും എല്ലാം വെറും ഒരു ഡ്രാമ മാത്രമാണ്. ഇവർ ഉദ്ദേശിക്കുന്നത് ബിഗ് കമ്മ്യൂണിറ്റി ട്രേഡേഴ്സിനെ എല്ലാം ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് വേൾഡ് എക്കണോമിക് അവരുടെ കൺട്രോളിലാക്കുക എന്നുള്ളതാണ്. യുദ്ധങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്, പണം സ്വരൂപിക്കുന്നത് എന്നുള്ളത് ഇതല്ല. അതായത് ഇവർ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഈഗൽ ഡയലക്റ്റിക്കൽ എന്നുള്ള സ്ട്രാറ്റജിയാണ്. എന്ന് വെച്ചാൽ അവര് തന്നെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്നു, ജനങ്ങളിൽ നിന്ന് തീവ്രമായ ഒരു പ്രതികരണം ലഭിക്കുന്നു, അതിനുശേഷം അവർ തന്നെ കണ്ടുപിടിച്ച ഒരു സൊല്യൂഷൻ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. അതിനൊരു വലിയൊരു എക്സാമ്പിളാണ് കൊറോണ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചാൽ മതിയാവും. ഇതെല്ലാം വെൽ പ്ലാൻഡ് ആണ്. ഇവർ വർഷങ്ങൾക്ക് മുന്നേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ കോവിഡ് എന്നുള്ളതും, അതുപോലെ തന്നെ ഈ ഒരു പ്രോബ്ലം ഉണ്ടാവുന്നതിന് മുന്നേ അതിനുള്ള സൊല്യൂഷനും ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ എപ്സ്റ്റീൻ ഫയലും. ഇവരൊരു പ്രോബ്ലം ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇത് നമ്മളിലേക്ക് എത്തിക്കുന്നു. എത്തിക്കുമ്പോൾ നമ്മൾ പൊതുജനങ്ങൾ പ്രതികരിക്കുന്നു, അതിലൂടെ ഇവർ ക്യാഷ് ഉണ്ടാക്കുന്നു, പിന്നീട് ഇവരൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. ഇതാണ് ഇവരുടെ ട്രിക്ക്. ബില്യനേഴ്സിനെയും പൊളിറ്റിക്സിനെയും എല്ലാം ബലികേടാക്കുക നിങ്ങളിൽ ഒരു വ്യാജബോധം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ ഇതിനു പിന്നിലുള്ള അജണ്ട ട്രാൻസ് ഹ്യൂമാനിസവും പുതിയ സാങ്കേതിക, അതായത് പഴയ ലോകത്തെ തകർത്ത് പുതിയൊരു ഡിജിറ്റൽ ലോകം ലോക്ക് ചെയ്യുക എന്നതാണ് ഇതിന്റെ രഹസ്യം. നിങ്ങൾ ഈ കാണുന്ന ഓരോ രഹസ്യങ്ങളൊക്കെ ഇതിന്റെ ഒരു ഇനിഷ്യേഷന്റെ ഭാഗം മാത്രമാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഈ സിസ്റ്റത്തെ നമ്മൾ വെറുക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നതിലൂടെ നിങ്ങളെ, അതായത് വരാനിരിക്കുന്ന ലൂസിഫറിനെയും അതുപോലെ രക്ഷകരെയും എന്ന് വിളിക്കുന്ന നമ്മുടെ ഗ്ലോബൽ ലീഡേഴ്സിനെ ഇരു കൈകൾ നീട്ടി സ്വീകരിക്കാൻ നമ്മെ പാകപ്പെടുത്തി എടുക്കുകയാണ് ഇപ്പോൾ. ഇവർ നമ്മൾ കാണണം, കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പുറത്തുവിടുന്നുള്ളൂ. ഒരിക്കലും അവരുടെ ഡാർക്ക് വിഷ്വൽസ് ഒന്നും പുറത്തു വരാൻ പോകുന്നില്ല. ഒരിക്കലും നിങ്ങൾ ഈ കഥാപാത്രത്തിന്റെ ഒരു ഭാഗമാകാതിരിക്കാൻ ശ്രമിക്കുക. അവർ നൽകുന്ന ഇമോഷണൽ ട്രാപ്പിൽ പെടാതിരിക്കുക. ഞാൻ ഈ പറയാൻ പോകുന്ന 2 പേരുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഒന്നാമത് ദ ജൂയിസ് ഓഫ് ഗസറിയ മാഫിയ, അതുപോലെ തന്നെ രണ്ടാമത്തത് 13 ഫാമിലീസ്. ഒട്ടും സംശയം വേണ്ട, വേൾഡ് ഫുൾ പ്ലാൻഡ് കൺട്രോൾ സിസ്റ്റത്തിന്റെ അണ്ടറിലാണ്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യത്തിനോട് യോജിക്കുന്നവരും എതിരഭിപ്രായമുള്ളവരും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യുക. അപ്പോൾ see you the next video. Bye bye.